ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഈ ചാനലിൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷൻ എന്ന് നൽകിയിരിക്കുന്ന പ്ലേലിസ്റ്റിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. എയോ ബിയോ എന്ന ഓപ്ഷൻസ് നൽകിയിരിക്കുന്നവയിൽ അറിയുന്ന ഏതെങ്കിലും ഒന്നിന് മാത്രം കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1ലെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. നക്തുബുൽ ജുമുഅ കമാഫിൽ മിസാൽ. മാതൃകയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ നൽകിയിരിക്കുന്ന വാക്കുകളുടെ ജംഉകൾ കൂട്ടുകാരോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന മാതൃക എന്താണ്? ഫിൽ ഹഖീബത്തി കിതാബുൻ, ബാഗിൽ പുസ്തകമുണ്ട് അല്ലേ. അടിവരയിട്ടിരിക്കുന്ന വാക്ക് ഏതാണ്? കിതാബുനാണ് അല്ലേ. അതിന്റെ ജം ആണ് മറുവശത്ത് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഫിൽ ഹഖീബത്തി കുത്തുബുൻ, ബാഗിൽ പുസ്തകങ്ങൾ ഉണ്ട്. ഇനി ഇതേപോലെ നമ്മളോട് ബാക്കിയുള്ളത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ് നൽകിയിരിക്കുന്നത്? അലൽ ആർസി ഫറാഷത്തുൻ, ചെടിയിൽ പൂമ്പാറ്റയുണ്ട് അല്ലേ. ഇവിടെ അടിവരയിട്ടിരിക്കുന്ന വാക്ക് ഏതാണ്? ഫറാഷത്തുൻ എന്നാണ് അല്ലേ. അതിന്റെ ജം ആണ് കൂട്ടുകാർ എഴുതേണ്ടത്. ഫറാഷത്തുൻ എന്നതിന്റെ ജം എന്താണ്? അലൽ ആർസി ഫറാഷാത്തുൻ അല്ലേ. ഇനി സെക്കൻഡ് വൺ എന്താണ്? അല ഷജറത്തി ത്വാഇറുൻ, മരത്തിൽ പക്ഷിയുണ്ട്. ഇവിടെ അടിവരയിട്ടിരിക്കുന്ന വാക്ക് ഏതാണ്? ത്വാഇറുൻ ആണ് അല്ലേ. അതിന്റെ ജം എന്താണ്? അല ഷജറത്തി തുയൂറുൻ. ഇനി മൂന്നാമത്തേത് എന്താണ്? അമാമൽ മദ്രസത്തി നബാത്തുൻ, സ്കൂളിന്റെ മുൻവശത്ത് ചെടിയുണ്ട്. അവിടെ അടിവരയിട്ടിരിക്കുന്ന വാക്ക് ഏതാണ്? നബാത്തുനാണ് അല്ലേ. അതിന്റെ ജം എന്താണ്? അമാമൽ മദ്രസത്തി നബാത്താത്തുൻ. ഇനി നാലാമത്തേത് എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു പൂവിന്റെ ചിത്രമാണ് അല്ലേ. എന്ത് നമ്മൾക്ക് എഴുതാം? ഫിൽ ബുസ്താനി സഹറുൻ, പൂന്തോട്ടത്തിൽ പൂവുണ്ട്. ഇനി സഹറിന്റെ ജം എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഫിൽ ബുസ്താനി അസ്ഹാറുൻ, പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട്. ഇനി അഞ്ചാമത്തേത് കൂട്ടുകാരോട് ഒരു ചിത്രം വരച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പേനയുടെ ചിത്രം നമ്മൾക്ക് വരയ്ക്കാം അല്ലേ. എന്തെഴുതാം? അയാളെ ത്വാവിലെത്തി കലമുൻ, മേശമേൽ പേനയുണ്ട്. ഇനി കലമിന്റെ ജം എന്താണ്? അയാളെ ത്വാവിലെത്തി അഖലാമുൻ, മേശമേൽ പേനകൾ ഉണ്ട്. ഇനി ഇതല്ലെങ്കിൽ കൂട്ടുകാർക്ക് ബി ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ് നൽകിയിരിക്കുന്നത്? നുക്കമ്മിലുൽ ഖാനാത്തി ബി മുസാഅദത്തിൽ മൻലൂം, കവിതയുടെ സഹായത്തോടെ ഇവിടെ മറുവശത്ത് നൽകിയിരിക്കുന്ന ടേബിള് കൂട്ടുകാരോട് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിത നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. വാദി ജമീലുൻ ഫീഹി സലാമുൻ, ബൈത്തുൻ സഗീറുൻ ഫീഹി ബനൂനുൻ, ബിഅറുൻ നളീഫുൻ ബിമാഇൻ നഖിയ്യുൻ, ഗർസുൻ ബഹീജുൻ ബിവറഖിൻ കസീരിൻ, സഹറുൻ ജമീലുൻ ബിലൗനിൻ ബദീഇൻ, ജദ്വലുൻ യുഗന്നി ബിലഹ്നിൻ ഖഫീഫിൻ. ഇനി ടേബിളിൽ എന്താണ് കൂട്ടുകാരോട് പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കവിതയിൽ നിന്നുള്ള മുഫ്രദും ജംഉം ഇവിടെ എടുത്ത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഒന്നാമത്തേത് എന്താണ് നൽകിയിരിക്കുന്നത്? അസ്ഹാറുൻ, ജം ആണ് നൽകിയിരിക്കുന്നത്. അസ്ഹാറുൻ എന്നതിന്റെ മുഫ്രദ് എന്താണ്? സഹറുൻ ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? ബിഇറുൻ അല്ലേ. ബിഇറുൻ എന്നതിന്റെ ജം എന്താണ്? ആബാറുൻ. ഇനി നെക്സ്റ്റ് എന്താണ്? അഗറാസുൻ. അഗറാസുൻ എന്നതിന്റെ മുഫ്രദ് എന്താണ്? ഗർസുൻ ആണ്. നെക്സ്റ്റ് എന്താണ്? ബൈത്തുൻ. ബൈത്തുൻ എന്നതിന്റെ ജം എന്താണ്? ബുയൂത്തുൻ. ഇനി നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? ജദാവിലു അല്ലേ. ജദാവിലു എന്നതിന്റെ മുഫ്രദ് എന്താണ്? ജദ്വലു എന്നാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നൽകിയിരിക്കുന്നത്? നഖ്താറു മിനൽ മൻലൂമി സത്തുറൻ ഫീഹി കലിമത്തു മാ. മാ, വെള്ളം എന്ന വാക്ക് വരുന്ന കവിതയിലെ വരി തെരഞ്ഞെടുത്ത് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ വരി? ബിഇറുൻ നളീഫുൻ ബിമാഇൻ നഖിയ്യുൻ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നഖ്താറു മിനൽ മൻലൂമി സത്തുറൻ ഫീഹി കലിമത്തു ജമീൽ, ഭംഗിയുള്ളത് ജമീൽ എന്ന വാക്ക് വരുന്ന കവിതയിലെ വരി ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ വരി? സഹറുൻ ജമീലുൻ ബിലൗനിൻ ബദീഇൻ. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. നസ്ലു വനക്തുബു കമാഫിൽ മിസാൽ.
മാതൃകയിൽ കാണിച്ചിരിക്കുന്നത് പോലെ യോജിപ്പിച്ച ശേഷം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഹാദിഹി നൽകിയിട്ടുണ്ട്, ഹാദ എന്നും നൽകിയിട്ടുണ്ട് അല്ലേ. കുറച്ച് ചിത്രങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഉദാഹരണമായി ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഹാദ എങ്ങോട്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത്? സഹറുൻ എന്ന പൂവിലേക്കാണ് അല്ലേ. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം യോജിപ്പിക്കണം. ഹാദ ഇനി എങ്ങോട്ടെല്ലാമാണ് വരിക? അവിടെ ഒരു വീടിന്റെ ചിത്രം കൂട്ടുകാർ കാണുന്നില്ലേ? വീട് എന്നതിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ബൈത്തുൻ എന്നാണ് അല്ലേ. ബൈത്തുൻ എന്നത് പുല്ലിംഗമായതുകൊണ്ട് നമ്മൾ ഹാദ എന്നത് അങ്ങോട്ടാണ് യോജിപ്പിക്കേണ്ടത്. ഇനി ഹാദിഹി എങ്ങോട്ടെല്ലാമാണ് യോജിപ്പിക്കേണ്ടത്? പൂമ്പാറ്റയ്ക്ക് നമ്മൾ അറബിയിൽ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഫറാഷത്തുൻ എന്നാണ് അല്ലേ. അത് സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി നമ്മൾ അങ്ങോട്ടാണ് യോജിപ്പിക്കേണ്ടത്. ഇനി മരത്തിന് എന്താണ് നമ്മൾ അറബിയിൽ പഠിച്ചിരിക്കുന്നത്? ഷജറത്തുൻ എന്നാണ് അല്ലേ. ഷജറത്തുൻ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി നമ്മൾ ഷജറത്തുൻ എന്ന മരത്തിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. ഇനി എന്തിന്റെ ചിത്രമാണ് കൂട്ടുകാർ അവിടെ കാണുന്നത്? ഒരു ബോൾ ഉണ്ട് അല്ലേ. ബോളിന് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചിരിക്കുന്നത്? കുറത്തുൻ എന്നാണ് അല്ലേ. കുറത്തുൻ എന്നത് ഒരു സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി നമ്മൾക്ക് അങ്ങോട്ട് യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം നമ്മൾക്ക് താഴേക്കൊന്ന് എടുത്ത് എഴുതി നോക്കാം അല്ലേ. എങ്ങനെയാണ്? ഒരു ഉദാഹരണം കൂട്ടുകാർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഹാദ സഹറുൻ ജമീലുൻ. ഇതൊരു ഭംഗിയുള്ള പൂവാണ്. ഇനി നമ്മൾക്ക് ബാക്കിയുള്ളത് പൂരിപ്പിച്ചാലോ? ഡാഷ് ബൈത്തുൻ ജമീലുൻ. എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? ഹാദ ബൈത്തുൻ ജമീലുൻ. ഇതൊരു ഭംഗിയുള്ള വീടാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? ഡാഷ് കുറത്തുൻ സൊഗീറത്തുൻ. എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്? ഹാദിഹി കുറത്തുൻ സൊഗീറത്തുൻ. ഇതൊരു ചെറിയ ബോളാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? ഡാഷ് ഷജറത്തുൻ ഡാഷ്. ആദ്യം എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? ഹാദിഹി എന്നാണ് അല്ലേ. ഷജറത്തുൻ എന്നത് ഒരു സ്ത്രീലിംഗമായതുകൊണ്ട് നമ്മൾ ഹാദിഹിയാണ് എഴുതേണ്ടത്. ഇനി നമ്മൾക്ക് എങ്ങനെ പറയാം? ഇതൊരു വലിയ മരമാണ് എന്ന് പറയാം അല്ലേ. വലിയ എന്നതിന് അറബിയിൽ എന്താണ് പറയുന്നത്? കെബീറത്തുൻ എന്നാണ് അല്ലേ. എങ്ങനെ നമ്മൾക്ക് പൂരിപ്പിക്കാം? ഹാദിഹി ഷജറത്തുൻ കെബീറത്തുൻ. ഇനി ആരാണ് അവിടെ ബാക്കിയുള്ളത്? ഇനി പൂമ്പാറ്റ ബാക്കിയുണ്ട് അല്ലേ. എങ്ങനെ നമ്മൾക്ക് എഴുതാം? ഹാദിഹി ഫറാഷത്തുൻ ജമീലത്തുൻ. ഇതൊരു ഭംഗിയുള്ള പൂമ്പാറ്റയാണ്. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. നഖറ ഉൽ ഫിഖറ വനുകമ്മിലുൽ ഹിവാർ. താഴെ ഒരു കുഞ്ഞു പാരഗ്രാഫാണ് നൽകിയിരിക്കുന്നത്. ആ പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. തുലവ്വിസു ബിർക്കത്തുൽ ഖറിയ. ഗ്രാമത്തിലെ കുളം മലിനമായിരിക്കുകയാണ്. ഫീഹിൽ അക്യാസി വൽ ഖാറുറാത്തിൽ പ്ലാസ്റ്റിക്കിയ. കുളത്തിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കവറുകളുമെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഖറജ രാഹുൽ ലി തൻലീഫിൽ ബിർക്ക. അങ്ങനെ രാഹുൽ ആ കുളം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. ഫലഖിയ സ്വദീഖഹു ഫൗസാൻ ഫി ത്വരീഖി. അങ്ങനെ വഴിയിൽ വെച്ച് അവൻ ആരെയാണ് കണ്ടുമുട്ടിയത്? അവന്റെ കൂട്ടുകാരൻ ഫൗസാനെ കണ്ടുമുട്ടി. ദാറ ബൈനഹുമാ ഹിവാർ. അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. നുകമ്മിൽ. ആ സംഭാഷണമാണ് കൂട്ടുകാരോട് പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഫൗസാൻ ആദ്യം തന്നെ രാഹുലിനെ കാണുമ്പോൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? അസ്സലാമു അലൈക്കും. അപ്പോൾ രാഹുൽ എന്തായിരിക്കും മറുപടി പറയുക? വഅലൈക്കും അസ്സലാം. അപ്പോൾ ഫൗസാൻ എന്താണ് ചോദിക്കുന്നത്? ഇല ഐന. നീ എവിടേക്കാണ് പോകുന്നത്? രാഹുൽ എവിടേക്കായിരുന്നു പോയിരുന്നത്? ഗ്രാമത്തിലേക്കാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഇലൽ ഖറിയ. അപ്പോൾ ഫൗസാൻ എന്താണ് ചോദിക്കുന്നത്? ലിമ. എന്തിനാണ് നീ ഗ്രാമത്തിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ രാഹുൽ എന്താണ് മറുപടി പറയുന്നത്? ലി തൻലീഫി ഡാഷ്. വൃത്തിയാക്കാൻ വേണ്ടി. എന്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു രാഹുൽ ഗ്രാമത്തിലേക്ക് പോയിരുന്നത്? അൽ ബിർക്ക. കുളമാണ് അല്ലേ. ലി തൻലീഫിൽ ബിർക്ക. ഇനി ഫൗസാൻ എന്താണ് പറയുന്നത്? ഹാദ അമലുൻ മിസാലിയുൻ. ഇതൊരു മാതൃകാപരമായ പ്രവൃത്തിയാണ്. അപ്പോൾ രാഹുൽ എന്തായിരിക്കും അവസാനം പറയുക? ശുക്രൻ. താങ്ക് യു എന്ന് പറയും. പിന്നെയോ ഫൗസാൻ എന്താണ് പറയുന്നത്? അഫ്വൻ. വെൽക്കം. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. നുകമ്മിലു ഷംസുൽ മുഫ്രദാത്തി വനക്തുബുൽ ജുമൽ. താഴെ നൽകിയിരിക്കുന്ന പദസൂര്യൻ പൂരിപ്പിച്ചതിന് ശേഷം അതിന് താഴെ ഒരു സെന്റൻസ് ആക്കിയിട്ട് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പദസൂര്യന്റെ സെൻട്രൽ കൊടുത്തിരിക്കുന്നത്? നല്ലിഫു. വൃത്തിയാക്കൂ എന്നാണ് അല്ലേ. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അൽ ബിർക്ക.
കുളം വൃത്തിയാക്കൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പറയാം? അൽ ബിർ കിണർ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറയാം അല്ലേ. പിന്നെയോ അൽ ബൈത്ത് വീട് വൃത്തിയാക്കാൻ പറയാം. പിന്നെയോ അൻ നഹർ പുഴ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറയാം. പിന്നെയോ അൽ മദ്രസ സ്കൂൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇനി ഇതെല്ലാം നമ്മൾക്ക് താഴെ സെന്റൻസ് ആക്കിയിട്ട് എഴുതണം. ഒരു ഉദാഹരണം അവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്? നല്ലിഫു അൽ ബിർക്ക. ഇതേപോലെ നമ്മൾക്ക് മുകളിലത്തെ പദസൂര്യനിൽ കാണിച്ചിരിക്കുന്ന പദങ്ങളെല്ലാം സെന്റൻസ് ആക്കിയിട്ട് എഴുതാമല്ലോ. എങ്ങനെയാണ്? നല്ലിഫു അൽ ബിർ, നല്ലിഫു അൽ ബൈത്ത്, നല്ലിഫു അൻ നഹർ, നല്ലിഫു അൽ മദ്രസ. ഇനി ആക്ടിവിറ്റി 5 നോക്കാം. അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. നഖറഉൽ ഫിഖറ വനുമയ്യിസു മിൻഹ അൽ ഫവാക്കിഹ വൽ ഖലറവാത്ത്. താഴെ നൽകിയിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് പഴങ്ങളെയും പച്ചക്കറികളെയും വേർതിരിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ദഖല സിനാൻ അസ്സൂഖൽ മർക്കസി. സിനാന് സൂപ്പർ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചു. ഇസ്തറ ബഅലൽ ഖലറവാത്തി വൽ ഫവാക്കിഹി. എന്നിട്ട് കുറച്ച് പച്ചക്കറികളും കുറച്ച് പഴങ്ങളുമെല്ലാം വാങ്ങി. മിസല എന്തൊക്കെയാണവ? ബാമിയ വെണ്ട, വ തൊമാത്തിം തക്കാളി, വ ജുവാഫ പേരയ്ക്ക, വ ഖിയാർ കക്കിരി, വ മൗസുൻ പഴം, വ ജസറുൻ ക്യാരറ്റ്, വ ബുർത്തുഖാലുൻ ഓറഞ്ച്, വ തുഫാഹുൻ ആപ്പിൾ. റജഅ സിനാൻ മിന സൂഖിൽ മർക്കസി ഫരിഹൻ. അങ്ങനെ സിനാന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സന്തോഷത്തോടെ മടങ്ങി. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് അൽ ഖലറവാത്ത് പച്ചക്കറികളെയും അൽ ഫവാക്കിഹ് പഴങ്ങളെയും വേർതിരിച്ചിട്ട് എഴുതാമല്ലോ. ഏതെല്ലാമാണ് ഈ പാരഗ്രാഫിൽ അൽ ഖലറവാത്ത് പച്ചക്കറികൾ നൽകിയിരിക്കുന്നത്? ബാമിയ വെണ്ട, തൊമാത്തിം തക്കാളി, ഖിയാർ കക്കിരി, ജസർ ക്യാരറ്റ് അല്ലേ. ഇനി ഈ പാരഗ്രാഫിൽ അൽ ഫവാക്കിഹ് പഴങ്ങൾ ഏതൊക്കെയാണ് നൽകിയിരിക്കുന്നത്? ജുവാഫ പേരയ്ക്ക, മൗസ് പഴം, ബുർത്തുഖാല് ഓറഞ്ച്, തുഫാഹ ആപ്പിള്. ഇനി ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ബി ആക്ടിവിറ്റി ചെയ്യാം. എന്താണ്? നുക്കമ്മിലുൽ ഹിവാർ താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. അതിനോട് അനുബന്ധിച്ചാണ് താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാർ പൂർത്തിയാക്കേണ്ടത്. നമ്മൾക്ക് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. അറാദ ബാബു ഇഅദാദ സലത്വത്തിൽ ഖലറവാത്തി വൽ ഫവാക്കിഹി വഖാല ലി ഉമ്മിഹി അൻഹ. ബാബു പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഒരു സാലഡ് തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് അത് അവന്റെ ഉമ്മയോട് പറഞ്ഞു. കാലത്തിൽ ഉമ്മു അൻ യസ്തരിയൽ അഷിയ. അപ്പോൾ ഉമ്മ എന്തു പറഞ്ഞു? അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ദഹബ ബാബു ഇലൽ മഹല്ലി വഷ്തറ ബഅലൽ ഫവാക്കിഹി വൽ ഖലറവാത്ത്. അങ്ങനെ ബാബു കുറച്ച് പച്ചക്കറികളും പഴങ്ങളുമെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയി. ജറാ ബൈനഹു വ ബൈനൽ ബാഇ ഹിവാർ. അങ്ങനെ അവന്റെയും കടക്കാരന്റെയും ഇടയിൽ ഒരു സംഭാഷണം നടന്നു. എന്താണ് നൽകിയിരിക്കുന്നത്? ബാബു എന്താണ് പറയുന്നത്? മസാ ഉൽ ഖൈർ ഗുഡ് ഈവനിങ്. അപ്പോൾ അൽ ബാഇ കച്ചവടക്കാരൻ എന്തായിരിക്കും അതിന് മറുപടി പറയുക? മസാ ഉന്നൂർ ഗുഡ് ഈവനിങ്. അപ്പോൾ പിന്നീട് കച്ചവടക്കാരൻ എന്താണ് പറയുന്നത്? തഫല്ലൽ വരൂ, മാതാ തുരീദു എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ ബാബു എന്തായിരിക്കും പറയുക? ത്വമാത്തിം തക്കാളി, വഡാഷ് വഡാഷ്. ബാക്കി ഏതെല്ലാം പച്ചക്കറികളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? വബാമിയ വെണ്ട, വജസർ ക്യാരറ്റ് അല്ലേ. ഇനി പിന്നീട് അൽ ബാഇ എന്താണ് കച്ചവടക്കാരൻ ചോദിക്കുന്നത്? തുരീദുൽ ഫവാക്കിഹ് നിങ്ങൾക്ക് പഴങ്ങൾ ആവശ്യമുണ്ടോ? അപ്പോൾ ബാബു എന്താണ് പറയുന്നത്? നഅം അതെ. അൽ മൗസ് പഴം, വ ഡാഷ് വ ഡാഷ്. മറ്റേതെല്ലാം പഴങ്ങളുടെ പേരുകൾ കൂട്ടുകാർക്കറിയാം? തുഫാഹത്തുൻ ആപ്പിള്, വ ബുർത്തുഖാലുൻ ഓറഞ്ച് അല്ലേ. അപ്പോൾ അൽ ബാഇ എന്താണ് കച്ചവടക്കാരൻ പറയുന്നത്? തഫല്ലൽ അൽ ഫാത്തൂറ ഇതാ നിങ്ങളുടെ ബില്ല് പിടിച്ചോളൂ. അപ്പോൾ ബാബു അവസാനം എന്തായിരിക്കും പറയുക? ശുക്രൻ താങ്ക് യു. അൽ ബാഇ എന്തായിരിക്കും മറുപടി പറയുക? അഫ്വൻ വെൽക്കം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, comment and share.